ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് തേങ്ങ എങ്ങനെയാണ് പൊതിച്ച് ഉണക്കി എണ്ണ എടുക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. ഇങ്ങനെ തേങ്ങ പൊതിക്കുന്നവരും പൊതിച്ചിട്ടുള്ളവരും ഒക്കെ കുറവായിരിക്കും. പ്രായം ചെന്നവരൊക്കെ മാത്രം ഒരു 50 വയസ്സിന് മീതെയുള്ളവരൊക്കെ ഇങ്ങനെ തേങ്ങ പൊതിച്ചിട്ട് കണ്ടോ. അങ്ങനെ പൊതിച്ചെടുത്തു. ഇങ്ങനെ നമുക്ക് 10-40 തേങ്ങയുണ്ട്, മൊത്തം പൊതിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ഉടച്ച് വെയിലത്ത് വെച്ച് ഉണക്കി ചിരട്ടയിൽ നിന്നെടുത്ത് കൊപ്ര ആട്ടിച്ചെടുക്കണം. തേങ്ങ ഉടയ്ക്കുന്നതും കൂടെ ഒന്ന് കാണിക്കാം. തേങ്ങയ്ക്ക് 3 കണ്ണുണ്ട്. അതിലെ ഒരു കണ്ണാണ് മുളയ്ക്കുന്ന കണ്ണിൻ്റെ നേരെ എതിർവശത്ത് കണ്ണുള്ള വശം വലുതായിട്ട് നമ്മൾ ഈ വരിപ്പിനിട്ട് അടിച്ചാൽ പെട്ടെന്ന് പൊട്ടിക്കിട്ടും. തുളയുന്ന ഈ വശം ഇത് വലുതാക്കി ഇതുപോലെ നമുക്ക് എല്ലാം ഉടച്ചെടുക്കാം. എടുത്തു തീർന്നോ? ആ 2 കൂടെ ഉള്ളൂ. ചിരട്ടയ്ക്കകത്തുനിന്ന് ചകിരി പൊതിച്ച് ചിരട്ടയ്ക്കകത്തുനിന്ന് 2-3 ദിവസത്തെ വെയിലത്ത് ഉണക്ക് കഴിഞ്ഞ് ഇളക്കിയെടുത്ത് വെച്ചിരിക്കുന്ന കൊപ്രയാണിത്. ഇതൊരു 2-3 വെയിലും കൂടെ കൊണ്ട് കഴിഞ്ഞ് നല്ലൊരു കിരികിരെന്ന് ഒച്ച ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു കൊണ്ടുപോയി ആട്ടിച്ച് വെളിച്ചെണ്ണയാക്കണം. കണ്ടോ, കൊപ്ര ഉണക്ക് തീർന്നു. ഉണങ്ങിയ കൊപ്ര വീണ്ടും നമ്മൾ ആട്ടിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് ചൂടായി കഴിയുമ്പം കൊണ്ടുപോയി മില്ലിൽ കൊടുത്ത് ആട്ടിക്കണം. ഇത് എണ്ണ ആട്ടിക്കൊണ്ട് വന്നതാണ്. കണ്ടോ, കന്നാസിനകത്തിരിക്കണേ. കന്നാസ് 10 കിലോ കന്നാസാണ്. അതിനകത്ത് എണ്ണയാകുമ്പം 10 കിലോ കാണിയില്ല, വെള്ളമാണ് 10 കിലോ. ഇതിപ്പം 850 എണ്ണയുണ്ട്. പക്ഷേ അരക്കന്നാസ് മിച്ചമുണ്ടല്ലേ. അപ്പോൾ എണ്ണയ്ക്ക് ഇത് വെയിറ്റ് കുറവായത് കൊണ്ട്. വെള്ളമാണെങ്കിൽ ഇതിപ്പം 5 കിലോ മീതെ കണ്ടേനെ. ഇത്രയും ഭാഗം വെള്ളം വരുമ്പോഴത്തേനും. എണ്ണ ആയതുകൊണ്ട് 850 ഉണ്ട്. ബാക്കി പിണ്ണാക്ക്. അപ്പോൾ ഒരാഴ്ച കോഴിക്ക് കൊടുക്കാനുള്ള പിണ്ണാക്ക് പോയി. ഇതാണ് കൂട്ടോ പിണ്ണാക്ക്. നമ്മൾ കൊപ്ര കൊണ്ടുപോയി പാത്രത്തിലാണ് പിണ്ണാക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു 3 കിലോ മിച്ചം പിണ്ണാക്കുണ്ട്. നമുക്ക് കുറച്ച് ദിവസം കോഴിക്ക് തീറ്റ കൊടുക്കാം. നമ്മൾ ആട്ടിച്ചെടുത്ത എണ്ണ കുപ്പിയിൽ ഊറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ആ എണ്ണയ്ക്ക് നല്ല വേനൽക്കാലത്തെടുത്തതായിട്ട് പോലും അത്ര നല്ല തെളിഞ്ഞ വെള്ള നിറമൊന്നുമല്ല. നമ്മൾ ആട്ടിച്ചെടുക്കുന്ന എണ്ണയ്ക്ക് എപ്പോഴും ഒരു അല്പം മഞ്ഞ നിറം കാണും, ഒരു ഗോൾഡൻ കളർ. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ.